നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA ഇക്കാലത്ത് നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. ഒരു 2 ഇയർ PG ഡിഗ്രി കോഴ്സാണ്. ഇതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് MCA കോഴ്സിനെ കുറിച്ചാണ്. ഈ AI കാലത്ത് അത് പഠിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ അഡ്മിഷൻ നേടാം? അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. കാര്യങ്ങൾ നമുക്കൊരു എക്സ്പേർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ MCA പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ മെൻഡസ് ജേക്കബ്. മെൻഡസ് സാറ് മെരിയൻ കോളേജിലെ MCAയുടെ ഡയറക്ടറാണ്. അതുമാത്രവുമല്ല, IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT കമ്പനി, 25 വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഈ IT കമ്പനിയുടെ CEO ആണ്. ഇതുകൂടാതെ കഴിഞ്ഞ 35 വർഷത്തോളവുമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സിൻ്റെ മുൻ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ മെൻഡസ് ജേക്കബ്. അപ്പോൾ സാർ, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. നമ്മൾ എല്ലാ കൊല്ലവും MCAയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കൊല്ലം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ AI കാലത്ത് MCA പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? AI കാലഘട്ടത്തിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഓക്കെ. AIയിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. എന്നാൽ വേറെ ചില ഏരിയയിൽ ഓപ്പർച്യൂണിറ്റീസ് കുറയും. AI വരുന്നതോടെ IT-യിൽ ഓപ്പർച്യൂണിറ്റി കുറയുമെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ, അത് എന്തായിരിക്കും അതിനകത്തൊരു? അതായത് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് കുറേ അധികം ജോബ്സ് ഇല്ലാതാവും. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു നെറ്റ് ഇൻക്രീസ് വരുന്നത്, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു സർവേ ഉണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് 170 ബില്യൺ ജോബ്സ് കൂടും. അതിനകത്ത് 92 ബില്യൺ ജോബ്സ് കട്ടായി പോകും. അപ്പം ഈ നെറ്റ് ഇഫക്ട് പൊതുവെ നോക്കുമ്പോൾ കൂടും എന്നുള്ളതാണ്. പൊതുവെ നോക്കുമ്പോൾ 78 ബില്യൺ ജോബ്സ് കൂടുക ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചില സ്കില്ലുകളൊക്കെ പുതിയത് പഠിക്കേണ്ടതായിട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ സാറ് പറയുന്നത് ഈ കാലത്തും MCA പോലെയുള്ള അല്ലെങ്കിൽ IT പഠിക്കുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു MCA പ്രോഗ്രാമിന് വേണ്ട രീതിയിൽ പുതിയ ഈ ഒരു ചലഞ്ചസ് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് കരിക്കുലം അത് ഡിസൈൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസിന് ജോലി കിട്ടൂ. ശരി. അങ്ങനെയാണെങ്കിൽ MCA അഡ്മിഷൻ എങ്ങനെയായിരിക്കും ഈ വർഷത്തേത്? അതിനുള്ള എലിജിബിലിറ്റി എങ്ങനെയാണ്? 2, അഡ്മിഷൻ എങ്ങനെ കിട്ടും? അതൊന്ന് സൂചിപ്പിക്കാമോ? MCAയുടെ എലിജിബിലിറ്റി ഇതാണ്: ഏതെങ്കിലും ഒരു UG കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ, BCom അല്ലെ BBA അല്ലെ, സയൻസ് വേണം നിർബന്ധമില്ല. ഇനി +2 ഒരു മാർക്സ് പഠിക്കുന്നില്ല എങ്കിൽ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവും. അത് MCAയുടെ പാർട്ടായിട്ട് തന്നെ. അതായത് +2 മാത്സ് പഠിച്ചില്ലെങ്കിൽ പോലും ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് MCAക്ക് കയറാം. കോളേജിൽ വന്നു കഴിയുമ്പോൾ ഒരു ബ്രിഡ്ജ് കോഴ്സ് എടുക്കണം. അത് കോളേജ് തന്നെ നടത്തുന്നതാണ്. ബ്രിഡ്ജ് കോഴ്സ് അത് പാസ്സായാൽ മതി. ആദ്യത്തെ ഒരു വർഷം കൊണ്ട് അവർക്ക് അത് പാസ്സാകണം. ഓക്കെ. MCAയുടെ എൻട്രൻസ് അതെങ്ങനെയായിരിക്കും? അതുകൂടാതെ കേരള ഗവൺമെന്റിലാണ്, ഇവിടെ കേരളത്തിലാണ് കേരള ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാം അവർ പാസ്സാകണം. LBS നടത്തുന്നത് അല്ലേ? ഓക്കെ. അത് ഏത് സമയത്തായിരിക്കും? എങ്ങനെയാണ്? സാധാരണ ജൂൺ ജൂലൈ അല്ലെ മാക്സിമം ഓഗസ്റ്റ് വരെ പോകാറുണ്ട്. എന്നാലും ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും നടക്കുക. അപ്പം MCAക്ക് ഒരു അഡ്മിഷൻ എടുക്കേണ്ടയാൾ ഉറപ്പായിട്ടും ഈ എൻട്രൻസ് എഴുതിയിരിക്കണം അല്ലേ? അതെ. ഓക്കെ. ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അഡ്മിറ്റ് ആകാം. ഇനി മെരിയൻ കോളേജിലേക്ക് വന്നാൽ സ്പെസിഫിക്കലി മെരിയൻ്റെ MCA എങ്ങനെയായിരിക്കും അഡ്മിഷൻ ലഭിക്കുക? ഒരു മച്ച് സോട്ട് ആഫ്റ്റർ ഒരു MCA ആണല്ലോ മെരിയൻ്റെ, പൊതുവെ ഡിമാൻഡുള്ളൊരു MCA ആണ്. അതിനെങ്ങനെയായിരിക്കും അഡ്മിഷൻ കിട്ടുക? മെരിയനിലെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ സെയിം ആണ്. ഓക്കെ. അപ്പം നമ്മൾ അവിടെ ഒരു സ്ക്രീനിങ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവർ എൻട്രൻസ് ഒക്കെ എഴുതണം. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു സ്ക്രീനിങ് അവിടെ നടത്തും. കോളേജിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ക്രീനിങ്. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ഇവിടെ ജനുവരി മുതൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. മെരിയൻ ഒരു ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ അല്ലെ ഈ കാര്യങ്ങളൊക്കെ ഒരു ഓട്ടോണമി ഉണ്ടല്ലേ? അതേപോലെ മെരിയൻ്റെ ഈ സിലബസിനകത്തും ഒരു ഓട്ടോണമി ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും MCAക്ക് ഒരു ബെനിഫിറ്റ് ആവുക? മെരിയൻ MCA സിലബസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വരുന്ന ടെക്നോളജി അല്ലെ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ 2 സ്പെഷ്യലൈസേഷനാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് AI ഡേറ്റാ സയൻസ് AI സ്പെഷ്യലൈസ് ചെയ്യാം. ഒന്ന് ക്ലൗഡ് ഡെവോപ്സ്, അവിടെ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇതൊന്നും അല്ല എങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്ക് അവർക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ AI ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്?
ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഓട്ടോമേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ക്ലൗഡ് സർവീസ് അല്ലെങ്കിൽ ഡെവോപ്സ് ഇവിടെ എല്ലാം ഓട്ടോമേഷൻ നടത്താൻ പറ്റും. അവിടെയാണ് എയുടെ ഇൻ്റഗ്രേഷൻ വരിക. ഓ റൈറ്റ്. സാറ് ഒരു IT കമ്പനിയുടെ CEO കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി ആ ഒരു ബെനിഫിറ്റ് ഈ അക്കാഡമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇൻഡസ്ട്രി വരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ് നമുക്ക് എപ്പോഴും ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ. മെരിയൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഒരു ഓറിയന്റേഷൻ അല്പം കൂടുതലുണ്ടെന്നുള്ളതാണ് അല്ലേ? നമ്മുടെ MCA ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും 50% ആൾക്കാരും ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നവരാണ്, ഇൻക്ലൂഡിംഗ് ഡോക്ടർ ബ്രിജേഷ്. 25 വർഷമായിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഫാക്കൽറ്റി ആണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉള്ളവരാണ് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടും വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ടും. അത് മാത്രമല്ല, ഞാൻ ഈ സിലബസ് ഫോർമേഷൻ്റെ ഒക്കെ സമയത്ത് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിലൊക്കെ അങ്ങനെയുള്ളവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി ഉണ്ടല്ലേ? ഉണ്ട്. നമുക്ക് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എന്നുള്ള എക്സ്പെർട്സ് നമ്മുടെ സിലബസ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ പാർട്ട് ആയിട്ട് അവർ വരുന്നുണ്ട്. ഓക്കെ. ഇൻഡസ്ട്രി കൊളാബറേഷൻ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കാം. മെയിനായിട്ട് നമുക്ക് റെഡ് ആറ്റുമായിട്ടുള്ള കൊളാബറേഷനാണ്. അതുകൂടാതെ മറ്റ് ഇൻഡസ്ട്രീസും ഉണ്ട്. ITSR ഒക്കെ ആയിട്ട് കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ റെഡ് ആറ്റുമായിട്ടുള്ള കൊളാബറേഷനിൽ IBM ക്ലൗഡ് ലാബ്സ് ഒക്കെ സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ഈ ക്ലൗഡ് ഡെവോപ്സ് ട്രാക്കിലൊക്കെ പോകുന്നവർക്ക് അത് അവരുടെ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാനും അത് ചില കോഴ്സൊക്കെ ഈവൻ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ഓ റൈറ്റ്. ഓക്കെ. അത് പറയുമ്പോൾ ഒന്ന് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ചില വർഷങ്ങളിലൊക്കെ റെഡ് ഹാറ്റിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ട്നേഴ്സ് തന്നെയായിരുന്നു മെരിയൻ കോളേജ്, പ്രത്യേകിച്ച് അക്കാഡമിക് മേഖലയിലൊക്കെ. അത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ബേസ്ഡ് എഡ്യൂക്കേഷൻ OB അത് ഒത്തിരി പേരെ മെരിയനിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് എന്താണ് OB എന്ന്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് MCA കഴിഞ്ഞ സ്റ്റുഡൻസ് അവർ പ്ലേസ്ഡ് ആകണം. ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ട്രെൻഡ് എന്താണ്, അതിന് അവരെ എക്വിപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള ഔട്ട്കംസ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യും. ഇങ്ങനെയുള്ള സ്കിൽ സെറ്റ്സ് ആണ് ഇവർക്ക് വേണ്ടത്. ഈ ഔട്ട്കംസ് ആദ്യം ഡിസൈൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മുടെ കരിക്കുലം, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ്, നമ്മുടെ സിലബസ്, ഇതെല്ലാം അങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഇവരെത്തുന്നത് ഈ ഔട്ട്കം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെറുതെ ഒരു MCA ഡിഗ്രി നേടുക എന്നതിലുപരി ഒരു MCAക്കാരന് വേണ്ട ക്വാളിറ്റീസ് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വേണ്ട വിധത്തിൽ ഈ MCA മാറ്റിയെടുക്കുന്നു. അതെ. അപ്പോൾ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ നമുക്ക് ഒത്തിരി എക്സ്പെർട്ടൈസ് ഉണ്ട്. നമ്മൾ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അറൗണ്ട് ഒരു 50,000 ഫാക്കൽറ്റി മെമ്പേഴ്സ് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സാറ് ഈ OBയുടെ ഒരു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ എക്സ്പേർട്സ് ആണ്. ഇന്ത്യയിലെ തന്നെ പല യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന് ഫാക്കൽറ്റി ട്രെയിനിങ്ങുകൾ, അത് മോർ ദാൻ 50,000 ആൾക്കാർക്ക് ടീച്ചേഴ്സിന് ഫാക്കൽറ്റി ട്രെയിനിങ് ഒക്കെ കൊടുത്ത ഒരു വ്യക്തിയാണ്. മെരിയൻ കോളേജ് പൊതുവെ OBയുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലെ ഒരു ഹബ്ബായിട്ട് പൊതുവെ പറയപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസ് ഡെഫിനറ്റ്ലി മെരിയൻ സിലബസിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഏരിയയിലായിരിക്കും ഒരു OBയുടെ ഒരു അഡ്വാൻറ്റേജ് വരിക? നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും OB ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് സെമസ്റ്റർ, ഫസ്റ്റ് മന്തിൽ തന്നെ സ്റ്റുഡൻസിന് ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അറൗണ്ട് ഒരു 100 hours ടെസ്റ്റ് ടച്ച് പോകുന്നൊരു പ്രോഗ്രാം. അവിടെ അവർ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ക്രിറ്റിക്കൽ തിങ്കിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ടീം സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന് വേണ്ട ഗ്രാജുവേറ്റ് ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ പ്രോഗ്രാം ഔട്ട്കംസ് എന്ന് പറയും. ഈ സ്കില്ലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടും. മെരിയനിലേക്ക് ആദ്യമായിട്ട് വന്നു കഴിയുമ്പോൾ ഒരു MCA പ്രോഗ്രാം ജോയിൻ ചെയ്യുമ്പോൾ ആദ്യ നാളുകളിൽ തന്നെ 3 day കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണ് ഈ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ളത്. ആ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ഒട്ടനവധി സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് സഹായകരമാണ് എന്നാണ് സാർ സൂചിപ്പിച്ചത്. അതിപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഓക്കെ. ക്രിയേറ്റീവ് സ്റ്റുഡിയോ. ഓ റൈറ്റ്. ഓക്കെ. വേറെ എന്താ സാറേ OBയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻസ്? പിന്നെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം OB ഫോക്കസ്ഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന 1-2 കാര്യങ്ങൾ, നമുക്ക് പ്രോജക്ട്സ് ഉണ്ട് സ്റ്റുഡൻസിന്. എല്ലാ സെമസ്റ്ററിലും പ്രോജക്റ്റ്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് സെമസ്റ്റർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഫുൾ സെമസ്റ്റർ തന്നെ പ്രോജക്റ്റാണ്. സെമസ്റ്റർ ഒരു ഇന്റേൺഷിപ്പ് തന്നെയാണല്ലേ? പ്രൊജക്റ്റും ഇന്റേൺഷിപ്പ് രണ്ടും ഉണ്ട്. അപ്പം ഈ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതുവരെ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു കമ്പനിയിൽ പോയി ആ കമ്പനിയുടെ എൻവയോൺമെന്റ് ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. അതായത് ക്യാമ്പസിൽ നിന്ന് വെളിയിൽ വരികയാണ് ലാസ്റ്റ് സെമസ്റ്റർ. അതോടൊപ്പം തന്നെ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനികൾ പലയിടത്തും ഇവരെ അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അത്രയും ഒരു അഡ്വാൻറ്റേജ് സ്റ്റുഡൻസിനോട് കിട്ടുന്നു. ഓക്കെ. അപ്പം എല്ലാ സെമസ്റ്ററും പ്രോജക്റ്റ്, ഒരു ഇന്റേൺഷിപ്പ് ഫൈനൽ സെമസ്റ്ററിൽ, ഇതെല്ലാം ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ഈ റിസർച്ചിന് MCAയിൽ ചില പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ ഫാക്കൽറ്റി തന്നെ ഇപ്പോൾ ഒരു 80% ഫാക്കൽറ്റി മെമ്പേഴ്സും
ഓൾറെഡി PhD ഉള്ളവരുണ്ട്, പിന്നെ ഇപ്പം സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിലേക്ക് നമ്മളിത് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊരു അഡ്വാൻസ് ലേണേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ആണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അവർ കോൺഫറൻസിലൊക്കെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നു, റിസർച്ച് പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നു. റൈറ്റ്. ഓക്കെ. അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. റൈറ്റ്. ഓക്കെ. പിന്നെ അവരുടെ ഒരു ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും, യെസ്. ഒരു ക്രിയേറ്റീവ് ലെവലിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. ഓക്കെ. അത് അവരുടെ പ്ലേസ്മെന്റിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അങ്ങനെ ഇപ്പോഴത്തെ ബാച്ചിൽ ഏകദേശം ഒരു 25 സ്റ്റുഡൻസ് അടുത്ത് ഓൾറെഡി പേപ്പർ പ്രസന്റ് ചെയ്തു. 1 year ആയതേ ഉള്ളവർ. അടുത്ത വർഷം കൊണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കൂടെ നമ്മൾ എൻകറേജ് ചെയ്യും. റൈറ്റ്. ഓക്കെ. പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ മെരിയന്റെ പ്ലേസ്മെന്റ്സ് എങ്ങനെയുണ്ട്, ആ കാര്യം ഒന്ന് സൂചിപ്പിക്കാം. മരിയനിൽ ഓൾമോസ്റ്റ് 100% ആണ് നമ്മുടെ പ്ലേസ്മെന്റ്സ്. കാരണം സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നത് തന്നെ പ്ലേസ്മെന്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ പ്ലേസ്മെന്റിൽ മരിയനിലെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടർ ബിജേഷ് പ്ലേസ്മെന്റ് ഓഫീസർ ആണെന്നുള്ളത് തന്നെയാണ്. വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആ ഒരു എക്സ്പെർട്ടൈസും നമുക്ക് കമ്പനീസായിട്ടുള്ള കോൺടാക്റ്റും പിന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റു ട്രെയിനിങ് പ്രോഗ്രാംസ്. ഐ തിങ്ക് യു ക്യാൻ എക്സ്പ്ലെയിൻ മോർ ഇൻ ദാറ്റ്. മെരിയൻ പ്ലേസ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാറ് സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ തന്നെയാണ്. ഈ കുട്ടികൾ എല്ലാ സെമസ്റ്ററും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഇൻറ്റേൺഷിപ്പ്, ഫൈനൽ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മറ്റ് കമ്പനികളിൽ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ അതാത് കമ്പനികൾ പൊതുവെ അവരെ അങ്ങ് അബ്സോർവ് ചെയ്യുന്നതായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പ്ലേസ്മെൻറ്റിലേക്ക് എത്താറുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങൾ നൽകാറുണ്ട്. അതിനകത്ത് സൂചിപ്പിക്കേണ്ട 1-2 കാര്യങ്ങൾ, നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു 16 lakh per year ശമ്പളമൊക്കെയുള്ള പ്ലേസ്മെൻറ്റുകളിലേക്ക് പല കുട്ടികൾക്കും എത്താൻ പറ്റി. അപ്പം നല്ല പാക്കേജൊക്കെയുള്ള പ്ലേസ്മെൻറ്റുകൾ പൊതുവെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ നമ്മുടെ ജോന സതീഷിൻ്റെ കാര്യം ഞാനൊരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ MCAയിലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിന് ഒരു സോട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു IT കമ്പനി, നല്ല ഒരു ക്യാമ്പസ്, പൊതുവെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു ജോലി കിട്ടണമെന്ന് പലരും ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ്. അവിടുത്തെ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ട് ഞാൻ പുള്ളിയോട് ഇൻ്റർവ്യൂവിന് പോകാൻ പറഞ്ഞപ്പോൾ ആൾ പോയില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് അതിൽ നല്ല ഇൻകം ഉള്ള ജോലി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പുള്ളിക്ക് ഒരു 1500 ഒക്കെ പെർ അവർ ഇൻകം ഉള്ള ഓപ്പർച്യൂണിറ്റികളാണ് പുള്ളി ഇപ്പോൾ ചെയ്യുന്നത്. അറൗണ്ട് 1 lakh 1.5 lakhs വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് എക്സ്പെർട്ടൈസ് അതുപോലെ ഉണ്ട്. എയിലുള്ള വർക്കുകളാണ് കൂടുതൽ. ഓക്കെ. അത് ക്ലാസ്സിലെ പല കുട്ടികൾക്കും പുള്ളി ഇത് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്, ചിലരൊക്കെ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പ്ലേസ്മെന്റ് വൈസ് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ അതുമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അലൂമിനി മെന്റർ ചെയ്യുന്നുണ്ട്. അലൂമിനിക്ക് നമുക്ക് നല്ലൊരു അലൂമിനി നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാറേ, അത് പറഞ്ഞപ്പം ഈ സ്കോളർഷിപ്പിലൊക്കെ കൊടുക്കുന്നതിനകത്തൊക്കെ അലൂമിനി സപ്പോർട്ട് നന്നായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ MCAയുടെ ഒരു ടാഗ് ലൈൻ തന്നെ ക്രിയേറ്റിംഗ് പ്രൊഫഷണൽസ് വിത്ത് വാല്യൂസ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങും അങ്ങനെയാണ്. അവർ വാല്യൂസ് ഉള്ളവരായിരിക്കണം, എത്തിക്സ് ഉള്ളവരായിരിക്കണം. അവർ ജസ്റ്റ് പ്രൊഫഷണൽസ് മാത്രം ആയിക്കൂടാ. ശരി. അത് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ അലൂമിനി നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏതെങ്കിലും സ്റ്റുഡൻസിന് ഫിനാൻഷ്യലായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നമ്മൾ സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്യും. ഒരു സ്റ്റുഡൻറ്റും ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി കാരണം അവിടുന്ന് പിരിഞ്ഞു പോകേണ്ടി വരുന്നില്ല. ഇതിന് ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് അലൂമിനിയാണ് ചെയ്യുന്നത്. അവർ സ്കോളർഷിപ്പ് മാത്രമല്ല, അവർ മെന്ററിങ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ബോണ്ട് വളരെ വലുതാണ്. ഈവൻ പ്ലേസ്മെന്റിൽ വരെ അലൂമിനി സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ MCA അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മെരിയൻ കോളേജിൻ്റെ MCA ഒക്കെ ആയി ബന്ധപ്പെട്ട വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്ന എൻ്റെ സാറിന് പ്രത്യേക നന്ദി. ഓക്കെ. നിങ്ങൾക്ക് ഈ MCAയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ, MCA അഡ്മിഷനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, മെരിയൻ കോളേജിൻ്റെ MCAയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മെരിയൻ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോവുക. കാരണം മെരിയൻ കോളേജ് ഒരു ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ മെരിയൻ കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ LBSൻ്റെ സൈറ്റിൽ പോകണം. LBS എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ MCA അഡ്മിഷനൊക്കെ നടത്തുന്ന ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ MCA എൻട്രൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറ്റും. MCA എൻട്രൻസ് എഴുതുക എന്നുള്ളതും MCA അഡ്മിഷന് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ, പ്രത്യേകിച്ച് MCA ഒക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.